കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. മുള്ളൂർക്കര ആറ്റൂരിൽ സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥർ അകാരണമായി പൂട്ടിട്ട റേഷൻ കട കോടതി ഉത്തരവിനെ തുടർന്ന് തുറന്നു നൽകി. റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയതിനെ തുടർന്നാണ് സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥർക്ക് മുട്ടുമടക്കേണ്ടി വന്നത്. തലപ്പള്ളി താലൂക്കിൽ ആറ്റൂർ മനപ്പടി 237 നമ്പർ അബ്ദുൾ ഗഫൂറിന്റെ റേഷൻ കടയാണ് റേഷൻ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ശക്തമായ പ്രതിഷേധത്തിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ തുറന്നു നൽകേണ്ടി വന്നത്. പൂട്ട് കുത്തിപ്പൊളിച്ച് ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടുപോയ ഭക്ഷ്യസാധനങ്ങളും കൊണ്ടുപോയവർ തന്നെ തിരികെ എത്തിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ 2 വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഗഫൂറിന് കട തിരികെ ലഭിച്ചിട്ടുള്ളത്. റേഷൻ കട പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് നാട്ടുകാരുടെ വലിയ സഹായങ്ങളാണ് ലഭിച്ചതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി വിധിയൊക്കെ പുല്ലായിട്ട് കാണുന്ന ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഉയർന്ന റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭക്ഷ്യവിതരണം സുഗമമായി നടത്താൻ ചുമതലപ്പെട്ട ആളുകൾ ഇത് താറുമാറാക്കാണ്. ഇവിടെയുള്ള ആളുകൾ എവിടെയെങ്കിലും പോയിട്ട് മേടിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണോ നമുക്ക് ആവശ്യം? ഈ നാട്ടുകാർക്ക് റേഷൻ വിതരണം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ സപ്ലൈ ഓഫീസറെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടേക്ക് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ നിലയ്ക്കൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ സാധാരണക്കാരുടെ എവിടെയാണ് നീതി ലഭിക്കുക? ഹൈക്കോടതി പോകുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഹൈക്കോടതി നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ വരുന്ന സംഗതിയാണ്. പക്ഷെ എങ്കിൽ പോലും നിവൃത്തിയില്ലല്ലോ, ഗതികേട് കൊണ്ട് ഇതൊക്കെ ചെയ്യാണ്. താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കോച്ചേരി, റേഷൻ കട ഉടമ അബ്ദുൾ ഗഫൂർ, മറ്റ് ഭാരവാഹികളായ മജീദ്, ബഷീർ, സുലൈമാൻ, സുരേന്ദ്രനാഥൻ തുടങ്ങിയവരും നിരവധി റേഷൻ വ്യാപാരികളും സ്ഥലത്തെത്തിയിരുന്നു. കുറെ കാലങ്ങളായിട്ട് എല്ലാം, അതായത് ഉദ്യോഗസ്ഥർ പറയുന്ന രീതിയിൽ, അവർ പറയുന്ന ഹോൾസെയിലിന് അവർ പറയുന്ന രീതിയിൽ മണ്ണെടുക്കുക, വാതിൽപ്പടി കൊണ്ടുവരുന്ന സാധനങ്ങൾ തൂക്കാതെ ഇറക്കുക, അത് എണ്ണ എങ്ങനെയാണ് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ഇറക്കിയിടുക, അതിന് പ്രതികരിക്കാതിരിക്കുക. അതാണ് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം. അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ സംഘടനയും ഡൗണാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുക, ഈ വക കുറേ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് എൻ്റെ പേരിലുള്ള നടപടിയും ഉണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപ്രകാരം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു സ്റ്റേ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ നമുക്ക് ആർഐമാർ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരികയും ചെയ്തിരിക്കുകയാണ്. VCV ന്യൂസ്, ആറ്റൂർ.